ഇൻസൈറ്റ് ഓഫ് ടാരോട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് ഒരു റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ് എടുക്കുന്നത്. അതായത് 3 കാർഡുകൾ ഉപയോഗിച്ചിട്ട് നമ്മൾ റിലേഷൻഷിപ്പ് റീഡിംഗ് നോക്കുന്നുണ്ട്. അതായത് പാസ്റ്റ്, പ്രസൻറ്റ് ആൻഡ് ഫ്യൂച്ചർ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട് കുറച്ച് ഒറാക്കിൾ കാർഡ്സും കൂടെ എടുത്തിട്ട് നമുക്ക് നോക്കാം. ഇത് ജനറൽ റീഡിംഗ് ആണ്. എല്ലാവർക്കും റെസ്റ്റനേറ്റ് ആവില്ല. റെസ്റ്റനേറ്റ് ആവുന്നവരെടുക്കണം, അല്ലാത്തവർ വിട്ടേക്കണം. അത് ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്. അതുപോലെ തന്നെ നിങ്ങൾ ടൈംലെസ് ആണ്. എപ്പോൾ കിട്ടുന്നു അപ്പോൾ മുതൽ വാലിഡ് ആകുന്നതാണ്. പിന്നീട് മെയിൽ ഓർ ഫീമെയിൽ എല്ലാവർക്കും ഇത് കാണാം. ചാനൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ, അതുപോലെ തന്നെ ഹൈപ്പ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്ത് കാണാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണണം. അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെ ബെൽ ഐക്കൺ കൂടെ ക്ലിക്ക് ചെയ്ത് ഓൾ ഓപ്ഷനിൽ ഒന്ന് ഇട്ട് വെച്ചാൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും സമയത്തിന് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കുന്നതിന് മുൻപ് ഞാനൊരു കാര്യം കൂടി പറയുന്നുണ്ട്. അതായത് ഞാൻ പുതിയൊരു പരമ്പര തുടങ്ങാൻ കൂടി നമ്മൾ ഇപ്പോൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. പരമ്പര എന്ന് പറയുമ്പോൾ നമുക്കൊരു ആത്മീയ ജീവിതമുണ്ട്. ആ ആത്മീയ ജീവിതത്തിലേക്ക് എങ്ങനെയാണ് എനിക്ക് വരാൻ കഴിഞ്ഞത്, അവിടെ നിന്നിട്ട് ഇതുവരെയുള്ള എൻ്റെ ജേണി, അതിനെക്കുറിച്ചുള്ള ഒരു പരമ്പരയാണ് ഞാൻ ചെയ്യുന്നത് കൂടത്തിൽ. അപ്പോൾ എല്ലാവരും കാണണം. എല്ലാവരും പിന്നെ എന്നോട് സഹകരിക്കണം, അഭിപ്രായങ്ങൾ പറയണം, കമൻസൊക്കെ ഇടണം കേട്ടോ. ഓക്കെ, നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. നമുക്ക് ഫസ്റ്റ് കാർഡ് കിട്ടിയിരിക്കുന്നത് മൂൺ കാർഡാണ് കിട്ടിയിരിക്കുന്നത്. മൂൺ കാർഡ് നമുക്ക് കിട്ടിയിരിക്കുന്നത് പാസ്റ്റാണ്. നമ്മുടെ പാസ്റ്റാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, പാസ്റ്റ്. സെക്കൻഡ് കാർഡ് നമുക്ക് എടുത്തിരിക്കുന്നത് ഏസ് ഓഫ് സോർഡ്സ് ആണ്, പ്രസൻറ്റിനെ സൂചിപ്പിക്കുന്നു. നമുക്ക് തേർഡ് നമുക്ക് കിട്ടിയിരിക്കുന്നത് നൈറ്റ് ഓഫ് സോർഡ്സ് എന്ന കാർഡാണ്. നമുക്ക് 3 കാർഡ് വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് റീഡിങ് എടുക്കുന്നത്. ആ 3 കാർഡിലൂടെ നമ്മൾ പിന്നെ ഒറാക്കിൾസ് വെച്ചിട്ട് നമുക്ക് അതിനെ വ്യക്തമായിട്ടുള്ള ക്ലാരിറ്റി എടുക്കാം. ഓക്കെ, എന്താണ് ഇവിടെ മൂൺ എന്ന് പറയുന്ന കാർഡ് വന്നിരിക്കുന്നത്? നമ്മളുടെ ഒരു പാസ്റ്റ് സിറ്റുവേഷനാണ് മൂൺ. നമ്മൾ വളരെ ഒരു മാനസിക സമ്മർദ്ദത്തിൽ, അതായത് പാസ്റ്റ് എന്ന് പറയുമ്പം ഇന്നലെ ഉള്ള കാര്യം തന്നെ ആയിക്കൊള്ളണം എന്നില്ല. ഇതിന് വളരെ കുറച്ച് നാൾ മുൻപ് അല്ലെങ്കിൽ വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങൾ വളരെയധികം ഗ്ലോമി ആയിരുന്നു, അല്ലെങ്കിൽ വളരെയധികം ഇല്യൂഷനിൽ പെട്ടിരുന്നു, മാനസികമായ പിരിമുറുക്കങ്ങളിൽ പെട്ടിരുന്നു. ശാരീരികവും മാനസികവുമായിട്ട് നിങ്ങൾ വളരെയധികം വിഷമിച്ചും വളരെയധികം കണ്ണീരിലാഴ്ന്നും, അതായത് ഒരു വളരെ നെഗറ്റീവ് എനർജി ആയിട്ട് ഒരു പിന്നെ എവിടെയെങ്കിലും ഒറ്റയ്ക്ക് കിടക്കുക, അവിടെ കിടന്ന് കുറേ ഓർമ്മകളെ അയവിറക്കുക, അതിലൂടെ നിങ്ങളുടെ ജീവിതത്തിനെ നിങ്ങൾ അങ്ങനെ കൊണ്ടുപോകാൻ, അതൊരു കംഫർട്ട് സോണിൽ നിങ്ങൾ നിൽക്കുക എന്ന് വെച്ചാൽ അതിൽ നിന്ന് നിങ്ങൾക്ക് പുറത്ത് കിടക്കാൻ പോലും കഴിയാത്ത രീതിയിൽ ഡെപ്തായിട്ട് നിങ്ങൾ അതിലെ ഡെപ്തിൽ എന്ന് വെച്ചാൽ ആ ഡെപ്തിലേക്ക് നിങ്ങൾ വളരെയധികം താഴ്ന്നു പോയിരുന്നു, അല്ലെങ്കിൽ ആ ഒരവസ്ഥയിൽ നിങ്ങൾ കിടന്നിരുന്നു എന്നാണ്. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ നിന്ന് നമുക്ക് ഒരു പുനർജന്മം പോലെ ഈ ജന്മം നമ്മൾ അവിടുന്ന് വളരെയധികം ഒന്ന് ഉയർത്തെഴുന്നേറ്റു എന്നാണ് കാണിക്കുന്നത്. ഈ ജന്മം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പ്രസന്റിനെ കുറിച്ചാണ് പറഞ്ഞത്. ഈ ജന്മം തന്നെ ആയിക്കൊള്ളണമെന്നില്ല. പാസ്റ്റ് ലൈഫ് എന്ന് വെച്ചാൽ പാസ്റ്റ് ലൈഫ് ഈ ജന്മത്തിൽ തന്നെയുള്ള പാസ്റ്റിലുള്ള കാര്യങ്ങൾ, ഈ ജന്മത്തിൽ തന്നെയുള്ള പ്രസൻറ്റ്, ഈ ജന്മത്തിൽ തന്നെയുള്ള ഫ്യൂച്ചർ, ഇതാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അവിടെ നമുക്ക് ഏസ് ഓഫ് സോർട്സ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നിങ്ങൾ വളരെയധികം ബോൾഡായിരിക്കുന്നു എന്നാണ്. വളരെ ഒരു പിന്നെ ചിന്തകൾ, നിങ്ങൾ എന്താണോ നിങ്ങളുടെ ലക്ഷ്യം, ആ ലക്ഷ്യത്തിലേക്ക് നിങ്ങൾക്ക് പോകാൻ വേണ്ടി നിങ്ങൾ പ്രയത്നിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളെ യൂണിവേഴ്സ് അതിന് സഹായിക്കുന്നു എന്നാണ്. ഒരു പക്ഷേ നിങ്ങളുടെ ഈ പാസ്റ്റിലുള്ള ഈ ഒരവസ്ഥ എന്ന് പറയുന്നത് നിങ്ങളെ യൂണിവേഴ്സ് സെലക്ട് ചെയ്തത് കൊണ്ടായിരിക്കാം. അവിടെ ശാരീരികവും മാനസികവുമായിട്ട് നിങ്ങൾ തകർന്നിരുന്നു എന്നാണ് കാണിക്കുന്നത്. അവിടെ ഒരു റിലേഷൻഷിപ്പായിരിക്കാം നിങ്ങളെ ഈ ഒരു അവസ്ഥയിൽ എത്തിച്ചിരിക്കുന്നത് എന്നാണ് കാണുന്നത്. എന്ന് വെച്ചാൽ ആ റിലേഷൻഷിപ്പ് തകരുക, അല്ലെങ്കിൽ അവിടെ സെപ്പറേഷനിലേക്ക് പോവുക, ബ്രേക്കപ്പിലേക്ക് പോവുക, ജീവിതത്തിൽ ഏറ്റവും അധികം സ്നേഹിച്ച ഒരു വ്യക്തിയെ നഷ്ടപ്പെടുക, ആ നഷ്ടപ്പെടുന്നതിലൂടെ അനുഭവിക്കുന്ന വേദനകൾ, വിഷമങ്ങൾ, അതെന്തിനായിരുന്നു എന്ന് ചോദിച്ചാൽ നമുക്ക് ഒറാക്കിൾ കാർഡ്സ് നോക്കിയിട്ട് അതിനുള്ള ആൻസർ പറഞ്ഞുതരാം. എന്നാൽ ഇന്ന് നിങ്ങൾ ഈ ഏസ് ഓഫ് സോർഡ്സിൻ്റെ ഒരവസ്ഥയിലാണ് നിൽക്കുന്നത്.
വളരെയധികം മാറിയിരിക്കുന്നു. നിങ്ങൾ വളരെ ബോൾഡായിരിക്കുന്നു. ജീവിതം എന്താണെന്ന് പഠിച്ചിരിക്കുന്നു എന്നാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാവുന്നത്. ജീവിതം എന്താണെന്ന് പഠിച്ചിരിക്കുന്നു. ഞാൻ എൻ്റെ ലൈഫിൽ കരഞ്ഞു തീർത്ത നാളുകളെക്കുറിച്ച് ഓർത്തിട്ട് വേദനിച്ചിരിക്കാൻ ഇനി എനിക്ക് സമയമില്ല. ഞാനിപ്പോൾ കർത്തവ്യനിരതനായിരിക്കുകയാണ്, അല്ലെങ്കിൽ കർത്തവ്യനിരതയായിരിക്കുകയാണ്. കാരണം എനിക്ക് ഒരുപാട് ജോലികൾ ചെയ്യാനുണ്ട്. ആ ഒരു ബോധം നിങ്ങളെ വളരെ സ്വലനായ അല്ലെങ്കിൽ ഊർജ്ജസ്വലയായ ഒരു വ്യക്തിയായിട്ട് നിങ്ങൾ മാറിയിരിക്കുന്നു. ഹി ഓർ ഷീ നിങ്ങൾ ആരാണോ അത് നിങ്ങൾ അങ്ങനെ എടുക്കണം. അപ്പോൾ ആ ഒരു രീതിയിൽ ഇപ്പോൾ നിങ്ങൾ വന്നിരിക്കുന്നു എന്നാണ്. നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഫ്യൂച്ചർ നൈറ്റ് ഓഫ് സോർഡ്സ്. എത്രയും വേഗം ലക്ഷ്യത്തിലേക്ക് എത്തുവാൻ നിങ്ങളെ പ്രപഞ്ചം ഒരുക്കി കഴിഞ്ഞിരിക്കുന്നു. ഇവിടെ നമ്മളുടെ പ്രസൻറ്റ് നമ്മൾ കണ്ടീഷൻ കണ്ടു. അവിടെ നിന്ന് ഫ്യൂച്ചറിലേക്ക് നിങ്ങൾ ഒരു കുതിച്ചു ചാട്ടമാണ്. അതായത് വായുവിലൂടെ ഒരു എന്താ പറയുക, എയർ വരുന്ന മാതിരി, അല്ലെങ്കിൽ നമ്മളുടെ ഒരു പക്ഷി ഗരുഡനൊക്കെ പറന്നു പോവുക, നമ്മൾ പരുന്തൊക്കെ പറന്നു പോകുക നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ. അത് ഭയങ്കരമായിട്ട് രസമാണ് അത് കാണാൻ. കാരണം വെച്ചാൽ എന്തൊരു വേഗതയാണ്. ആ വേഗത്തിൽ വായുവിലൂടെ നിങ്ങൾക്ക് വരുന്ന അത്ര വേഗത്തിൽ, ശരവേഗത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് നിങ്ങൾ കുതിക്കും എന്നാണ്. കുതിച്ചുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ തന്നെ. നിങ്ങളുടെ ലക്ഷ്യം നിങ്ങൾ കാണും എന്നാണ്. ആ ലക്ഷ്യത്തിലേക്ക് പോകുവാൻ നിങ്ങൾക്കിനി അധികം ദൂരമില്ല എന്നാണ്, അധികം സമയമില്ല എന്നാണ് നമുക്ക് ഈ 3 കാർഡ്സ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് എന്താണ് നിങ്ങളുടെ ഓറക്കിൾ എടുത്തിട്ട് എന്താണ് അവിടുത്തെ വിഷയങ്ങൾ, എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത് നോക്കാം. ഇവിടെ സോൾ കോൺട്രാക്റ്റ് ആണ് വന്നിരിക്കുന്നത്. എന്താണ്? ദ ലെസൺസ് ഐ ലേൺ ഫ്രം അസ് വിൽ നെവർ ബി ഫോർഗോട്ടൻ. അപ്പോൾ എന്താ വെച്ചാൽ ഇവിടെ നിങ്ങൾ വന്നിരിക്കുന്നത് ഈ ഒരു അവസ്ഥയിൽ, ഇല്യൂഷനിൽ വരാൻ കാരണം നിങ്ങൾ സോൾ കോൺട്രാക്ട് ചെയ്ത് വന്നിരിക്കുന്ന വ്യക്തികളാണ്. സോൾ കോൺട്രാക്ട് ചെയ്തിരിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വ്യക്തിയും നിങ്ങളും ഒരേപോലെ തന്നെ സോൾ കോൺട്രാക്ട് ചെയ്ത് വന്നിരിക്കുന്നു. ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനും പഠിപ്പിക്കാനുമുണ്ട്. നമ്മൾ പറയാറുണ്ട് ലെസൺസ് പഠിക്കാനും പഠിപ്പിക്കാനുമുണ്ട്. ഇവിടെ ഐ ലേൺഡ് എന്നാണ് ഫ്രം അസ്, നമ്മളിൽ നിന്ന് നമ്മൾ പഠിച്ചിരിക്കുന്നു. വിൽ നെവർ ബി ഫോർഗോട്ടൻ. മറക്കാൻ കഴിയാത്ത പല പല പാഠങ്ങളും നമ്മളിവിടെ പഠിച്ചിരിക്കുന്നു. മറക്കാൻ കഴിയില്ല, ഇപ്പോഴും മറക്കാൻ കഴിയില്ല. ആ വ്യക്തിയെ നിങ്ങൾക്ക് മറക്കാൻ ഈ ജന്മം കഴിയില്ല, അത് വേറൊരു സത്യമാണ്. എന്നാൽ ഇവിടെ ഇത് പഠിപ്പിക്കാൻ വന്നിരിക്കുന്ന വ്യക്തിയാണ്. സോൾ കോൺട്രാക്ട് കൊണ്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇത് സംഭവിച്ചേ പറ്റൂ. കാരണം നിങ്ങളുടെ സോൾ എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു സോൾ അല്ല എന്നാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ആ സോളിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്, ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, ഒരുപാട് കാര്യങ്ങൾ പ്രവർത്തിക്കാനുണ്ട്. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ അത്ര സിമ്പിളായിട്ടുള്ള കാര്യങ്ങളല്ല അത്. കാരണം പ്രപഞ്ചമാണ് നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. നിങ്ങളെ ഈ ദൗത്യത്തിന് പ്രേരിപ്പിച്ചിരിക്കുന്നത് പ്രപഞ്ചമാണ്. ഈ ദൗത്യത്തിന് നിങ്ങളെ പറഞ്ഞു വിട്ടിരിക്കുന്ന ആ ആളുടെ പ്ലാനിങ് ആണ് ഇവിടെ നടന്നിരിക്കുന്നത്. ആ പ്ലാനിങ് ആണ് ഇവിടെ നടക്കുന്നത് എന്ന് നമുക്ക് സോൾ കോൺട്രാക്ട് എന്ന കാർഡിലൂടെ വ്യക്തമായിട്ട് മനസ്സിലായിരിക്കുന്നു. നമുക്ക് അതിന് ശേഷം കിട്ടിയിരിക്കുന്ന കാർഡ് റണ്ണറാണ്. ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ പഠിക്കാൻ കാരണം നിങ്ങളുടെ വ്യക്തി വളരെ ഒരു റണ്ണിങ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലൂടെ ആയിരുന്നു കടന്നുപോയത്. അവിടെ നിന്നാണ് നിങ്ങൾ പല പാഠങ്ങളും പഠിച്ചത്. വേദന എന്തെന്ന് പഠിച്ചത്, വിഷമങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയത് അതിലൂടെയാണ് എന്ന് നമുക്ക് കാർഡ് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നിങ്ങൾ വിചാരിച്ച പോലെയുള്ള കാര്യങ്ങളൊന്നും അല്ല നടന്നിരുന്നതെന്നാണ്. അൺഎക്സ്പെക്റ്റഡ് ഔട്ട്കം അന്ന് വന്നിരിക്കുന്നത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഔട്ട്കം ആണ്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള അപ്രതീക്ഷിതമായിട്ടുള്ള ചില കാര്യങ്ങൾ അവിടെ വന്നിരിക്കുന്നു. ഈ റീപ്ലേസബിൾ എന്ന് കാണിക്കുന്നുണ്ട്. കാരണം വെച്ചാൽ അന്നത്തെ നിങ്ങളുടെ ആ ഒരു സ്നേഹം എന്ന് പറയുന്നത് ഒരിക്കലും നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയാത്ത തരത്തിൽ ആയിരുന്നു. കാരണം അവിടെ നിങ്ങൾ പറയുന്നുണ്ട് ഡാമേജ്, വി ആർ ബോത്ത് ഹർട്ടിങ് ഫ്രം ദിസ് എന്നാണ്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വളരെയധികം വേദനിപ്പിക്കുകയും വിഷമിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. കെമിസ്ട്രി എന്ന് പറയുന്നത് ഐ ഹാവ് നെവർ ഫെൽറ്റ് എ പാഷൻ ടെൻഡൻസസ്. വളരെയധികം സ്നേഹിക്കുകയായിരുന്നു നിങ്ങൾ ചെയ്തത്, അല്ലെങ്കിൽ നിങ്ങളെ സ്നേഹിക്കുകയായിരുന്നു ചെയ്തത്. ഒരു പാഷനായിരുന്നില്ല, വളരെയധികം സ്നേഹം ആയിരുന്നു. ഡേ ഡ്രീമിങ് ഒക്കെ ആണ് നടന്നുകൊണ്ടിരുന്നത് എന്ന് കാണിക്കുന്നുണ്ട്. അന്നത്തെ അവസ്ഥയാണ്, നമുക്കത് കാണുന്നുണ്ട്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. അപ്പോൾ നമുക്ക് അടുത്ത കാർഡ്സ് എന്ന് പറയുമ്പോൾ ഈ പ്രസൻറ്റിലുള്ള ഒരു സിറ്റുവേഷനാണ്. ഈ പ്രസൻറ്റ് സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ കുറേ നാൾ വളരെയധികം മെസ് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ നല്ല നല്ല കാര്യങ്ങളെല്ലാം തന്നെ നഷ്ടപ്പെട്ടു പോയി എന്നോർത്ത് നിങ്ങൾ പരിതപിച്ചിരിക്കുന്നു എന്നൊക്കെ നമുക്ക് കാർഡ് പറഞ്ഞു തരുന്നുണ്ട്. ഒരുപാട് ഷാഡോ സൈഡ് ഉണ്ടായിരുന്നു എന്ന് നമ്മുടെ ആദ്യത്തെ
കാർഡ് നമ്മൾ ദ മൂൺ കണ്ടപ്പോൾ തന്നെ നമുക്കതറിയാം. എന്നാൽ ആ ഷാഡോ സൈഡ് എല്ലാം നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും, അതായത് നിങ്ങൾ വളരെ പതറ്റിക്കായി കിടന്നിരുന്ന ഒരു സന്ദർഭത്തിലോ മറ്റോ ആണ് ഈ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. ആ സമയത്ത് ഷാഡോ സൈഡ് വളരെ അധികം വിഷമിച്ചിരുന്ന ആ സമയത്ത് നിങ്ങളെ ആശ്വസിപ്പിക്കുകയും നിങ്ങളെ സ്നേഹിക്കുകയും നിങ്ങളെ ബോൾഡാക്കി എടുക്കാൻ വേണ്ടിയും ഒക്കെ ആ വ്യക്തി വളരെയധികം ശ്രമിച്ചിരുന്നു. അല്ലെങ്കിൽ നിങ്ങളും അതുപോലെ തന്നെ തിരിച്ച് അത് കൊടുത്തിരുന്നു എന്ന് കാണിക്കുന്നുണ്ട്. നമുക്ക് എസ്കേപ്പ്, അതിനുശേഷം ഒരു എസ്കേപ്പ് പോലെ ലെഫ്റ്റ് വെൻ തിങ്സ് ഗോട്ട് ഹാർഡ്, എസ്കേപ്പ് പോലെ ആ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും കടന്നുപോയി എന്നാണ് കാണിക്കുന്നത്. എസ്കേപ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഓടിപ്പോയി എന്ന് പറയാം, ഓടിപ്പോവുക എന്ന് പറഞ്ഞാൽ രക്ഷപ്പെടുക എന്ന് തന്നെയാണ്. അതിനെന്തെങ്കിലുമൊക്കെ അത് നേരത്തെ പറഞ്ഞു റണ്ണിങ് എന്ന് പറഞ്ഞു അല്ലേ, എന്നാൽ ഇന്ന് അത് ഗിൽറ്റ് ആയിട്ട് വന്നിരിക്കുന്നു എന്നാണ്. ഐ ഫീൽ പെയിൻ ഫ്രം ദ ഡാമേജ് ഐ ഹാവ് കോസ്ഡ്. അപ്പോൾ ഇന്ന് വളരെയധികം നിരാശ തോന്നുന്നുണ്ട്, ആ വ്യക്തിക്ക് വളരെയധികം നിരാശ തോന്നുന്നു എന്ന് കാണിക്കുന്നുണ്ട്. എന്നാൽ നിങ്ങളുടെ എന്താ പറയുക സോൾ പർപ്പസ് എന്താണ് നമുക്ക് കിട്ടട്ടെ. ഇവിടെ റീയൂണിയനും കാര്യങ്ങളുമൊക്കെ വരും. മീൻസ് പിന്നെ നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നു എന്നൊക്കെ കാണിക്കുന്നുണ്ട് നമുക്ക്. അതുപോലെ തന്നെ കുറച്ച് ഈഗോ ഉള്ള വ്യക്തിയായിരുന്നു എന്ന് കാണിക്കുന്നു. ആ വ്യക്തി വളരെയധികം ഈഗോ കാര്യങ്ങളൊക്കെ ഉള്ള വ്യക്തിയായതുകൊണ്ട് കുറച്ച് കൂടുതൽ അങ്ങനെയൊക്കെ കാണിച്ചിരുന്നത്. എന്നാൽ ഇന്ന് കൺഫ്യൂഷനിൽ നിൽക്കുന്നു എന്നാണ് കാണിക്കുന്നത്. വളരെയധികം കൺഫ്യൂഷനിൽ നിൽക്കുന്നുണ്ട് ഇപ്പോൾ. ഇനി എങ്ങനെയാണ് വീണ്ടും തിരികെ പിടിക്കുക എന്നുള്ളതാണ്. ഓക്കെ, സംസാരിക്കാനൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങളും. പിന്നെ ആ രീതിയിലൊക്കെ ഇപ്പോൾ ചിന്തിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്നു എന്നാണ്. പിന്നെ അവർ ലവ് ഈസ് ഓൾവേസ് ദെയർ ഡെസ്പൈറ്റ് ദ ഡിസ്റ്റൻസ്. നമ്മൾ എവിടെയായിരുന്നാലും എത്ര ദൂരെ ആയിരുന്നാലും നമുക്കൊരിക്കലും ഇതിൽ നിന്ന് മോചനമില്ല, അല്ലെങ്കിൽ നമ്മൾ മറക്കില്ല. കാരണം നിങ്ങൾ സോൾ കോൺട്രാക്ട് ചെയ്ത് വന്ന ആൾക്കാരാണ്. അവിടെ ഒരുപാട് കാര്യങ്ങളുണ്ട് നിങ്ങൾക്ക്, അപ്പോൾ അതുകൊണ്ട് മറക്കാൻ കഴിയില്ല. അങ്ങനെ പല പല കാര്യങ്ങളുണ്ട്. വാല്യൂസ് പറയുന്നുണ്ട്, നിങ്ങളുടെ വാല്യൂസൊക്കെ തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്നൊക്കെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, ഇവിടെ കമ്മിറ്റ്മെൻ്റ് ഉണ്ട്, അതുപോലെ തന്നെ റീയൂണിയൻ ഉണ്ട്. ഓക്കെ, നമുക്ക് ഇത്രയും കാർഡ്സാണ് നമുക്ക് ഇവിടെ നമ്മൾ പഠിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ റീയൂണിയന് ആഗ്രഹിക്കുന്നു, കമ്മിറ്റ്മെൻ്റ് ഉണ്ട്, എന്നാൽ നിങ്ങളുടെ സോൾ പർപ്പസ് നിങ്ങൾക്ക് മറക്കാൻ കഴിയില്ല എന്നാണ്. ഇതെല്ലാം ഇവിടെ ഉണ്ടെങ്കിലും നിങ്ങളുടെ രണ്ടുപേരുടെ ഉള്ളിലും ഈ സ്നേഹവും സന്തോഷവും മനസ്സിലുണ്ട്. നിങ്ങളെക്കുറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ ആലോചിക്കുന്നുണ്ട്, ചിന്തിക്കുന്നുണ്ട്. ഇതെല്ലാം ചെയ്യുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഒന്നാകാൻ കഴിയാത്ത ഒരവസ്ഥ ഇവിടെ കാണിക്കുന്നുണ്ട്. സംസാരിക്കണമെന്ന് ആഗ്രഹിക്കുന്നു, ബാക്കിയെല്ലാം ശരി തന്നെയാണ്. പക്ഷേ അതെന്തുകൊണ്ടാണ് എന്ന് ഒരു സംശയം നമുക്ക് ചോദിക്കും. നമ്മൾ വിചാരിക്കും, ഇടയ്ക്ക് വിളിക്കാറുണ്ട്, അല്ലെങ്കിൽ വിളിക്കണമെന്ന് വിചാരിക്കും, എല്ലാം പറയും. സ്നേഹത്തിന് ഒരു കുറവുമില്ല, ഒരു വിരോധവും ഇല്ല. ഇതൊക്കെ ആണെങ്കിലും എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് അതിന് കഴിയാത്തത് എന്ന് ചോദിച്ചാൽ നിങ്ങളുടെ ലക്ഷ്യം ഇതൊന്നുമല്ല. ഇത് സോൾ കോൺട്രാക്റ്റാണ്. നിങ്ങൾ പഠിക്കേണ്ടതുണ്ടായിരുന്നു, അതെല്ലാം നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഇപ്പോൾ നിങ്ങൾ ഒരു വളരെ ബോൾഡായിട്ടുള്ള ഒരവസ്ഥയിലാണ്. നമ്മൾ ആദ്യം പറഞ്ഞു. ഇനി നിങ്ങൾക്ക് ഫ്യൂച്ചറിലേക്ക് അത് പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ ലക്ഷ്യത്തിലേക്കുള്ള ഒരു ഓട്ടമാണ്. എന്താണ് നമ്മളുടെ ലക്ഷ്യം എന്ന് പറയുന്നത്? ആ ലക്ഷ്യമാണ് നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ടത്. നമ്മൾ ചില സമയത്ത് വളരെയധികം നിരാശപ്പെട്ടിരിക്കാറുണ്ട് അല്ലേ. നമ്മൾ ചിലപ്പോഴൊക്കെ 10 ഓഫ് സോഴ്സ് എന്ന് ഒരുപാട് ജോലി ഭാരം, നിരാശ കാര്യങ്ങളൊക്കെ നമ്മുടെ ലൈഫിലേക്ക് വരാറുണ്ട്. ഇതൊക്കെ നമ്മുടെ ഈ അവസ്ഥയെ സൂചിപ്പിക്കുന്നു. അതിനു വേണ്ടിയിട്ട് നമ്മളെ ഒരുക്കിയെടുക്കുന്നു എന്നാണ്. അത് ഡിവൈൻ നമ്മളെ ഒരുക്കിയെടുക്കുന്നു. ഒരുപാട് ഹാർഡ് വർക്ക് നിങ്ങളിപ്പോൾ ചെയ്യുന്നുണ്ട് എന്ന് കാണിക്കുന്നുണ്ട്. അതിനു വേണ്ടിയുള്ള ഹാർഡ് വർക്കാണ് ഏത്? നമ്മുടെ സോളിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ദൗത്യത്തിന്, സോൾ പർപ്പസ് എന്താണോ ആ ദൗത്യത്തിന് വേണ്ടി നിങ്ങൾ ഇപ്പോൾ വളരെയധികം കഠിനാധ്വാനം ചെയ്യുന്നു. ഇവിടെ വീണ്ടും 8 ഓഫ് പെന്റക്കിൾസ് തന്നെയാണ്. നിങ്ങളിപ്പോൾ കഠിനാധ്വാനം വളരെയധികം ചെയ്യുന്നു എന്നാണ്. ഇതിന് നിങ്ങളുടെ ആ ഒരു ഫ്യൂച്ചറിൽ വേണ്ടി, ആ ഫ്യൂച്ചറിലേക്ക് വേണ്ടി നിങ്ങളിപ്പോൾ കഠിനാധ്വാനം ചെയ്യുന്നു. നൈറ്റ് ഓഫ് വാൻസ് എന്താണോ വിചാരിച്ചത്, ആ വിചാരിച്ചത് നിങ്ങൾ നേടിയെടുക്കും എന്നാണ് നമുക്കിവിടെ തന്നിരിക്കുന്ന കാർഡ്സ്. അടുത്തത് നമുക്ക് ദ വേൾഡാണ് വന്നിരിക്കുന്നത്. സക്സസ് ആണ്. നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചത്, ആ ആഗ്രഹം, അല്ലെങ്കിൽ നിങ്ങളുടെ സോൾ പർപ്പസ് എന്താണോ, ഡിവൈൻ എന്ത് പ്ലാൻ ചെയ്തിട്ടാണോ നിങ്ങളെ ഈ ഭൂമിയിലേക്ക് അയച്ചിരിക്കുന്നത്, അത് മറ്റുള്ളവർക്ക് ആശ്വാസം നൽകാനായിരിക്കാം ഒരു പക്ഷേ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡിവൈൻ്റെ ആ ഒരു പദ്ധതി എന്താണെന്ന് മനസ്സിലാക്കി തരാനായിരിക്കാം, നിങ്ങളുടെ സോളിനെ പ്യൂരിഫൈ ചെയ്യാനായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ദൗത്യം എന്ന് പറയുന്നത് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ ഭൂമിയിൽ ചെയ്തു തീർക്കാനുണ്ടാകും. അതെന്ത് കാര്യമാണെങ്കിലും ശരി, അതിലേക്കിപ്പോൾ നിങ്ങളെ നയിക്കുന്നു. അതിന് നിങ്ങൾക്ക് വിജയം നിങ്ങൾക്ക് വളരെ സുനിശ്ചിതമാണ് എന്നാണ് നമുക്കിവിടെ കാണുന്നത്. അപ്പോൾ നമ്മളുടെ ജീവിതത്തിലൊക്കെ നമ്മളുടെ ഈ ഒരു അവസ്ഥ, കഴിഞ്ഞ പാസ്റ്റ് ആൻഡ് പ്രസൻറ്റ് അവസ്ഥ എന്ന് പറയുന്നത്
എന്ത് തന്നെയാണെങ്കിലും ശരി, നമുക്കതെല്ലാം അനുഭവിച്ചിട്ടേ ഈ ഭൂമിയിൽ നിന്ന് മടക്കമുള്ളൂ എന്ന് നമ്മളെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. അതോടൊപ്പം നമ്മുടെ സോൾ പർപ്പസ് എന്താണെന്ന് നമ്മളെ ബോധ്യപ്പെടുത്തി തന്നിരിക്കുന്നു. ഓക്കെ, അതിനുശേഷം അതിലേക്ക് നമ്മളെ നയിക്കുന്നു. അതിന് വേണ്ടിയിട്ട് ഒരു പക്ഷേ നിങ്ങൾക്ക് പെട്ടെന്ന് അതേമാതിരിയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരിക്കാം. എന്ന് വെച്ചാൽ നമ്മളൊരു ദിവസം പെട്ടെന്ന് നമ്മൾ കാം ആൻഡ് ക്വയറ്റ് ആയിട്ടിരിക്കുന്ന ഒരു ദിവസം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. കാം ആൻഡ് ക്വയറ്റ് ആയിട്ട് ഒരിടത്തിരുന്നിട്ട് നമ്മൾ എന്തെങ്കിലും ചെറിയൊരു പ്രവൃത്തി ചെയ്ത് വളരെ സന്തോഷകരമായിരിക്കുന്ന ഒരവസ്ഥ പെട്ടെന്ന് നിങ്ങളിലേക്ക് ഒരു എനർജി കയറി വരുന്നത് മാതിരി നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നു. ആ എനർജി കയറി വരുന്ന സമയത്ത് നമുക്ക് പിന്നെ എന്തെന്നില്ലാത്തൊരു ഊർജ്ജമാണ്. ആ സമയത്ത് നമുക്ക് എന്തെല്ലാം ചെയ്താലും നമുക്ക് ഒരു ക്ഷീണമോ വിഷമോ നമുക്ക് തോന്നില്ല. പക്ഷേ അന്ന് രാത്രിയിലോ അല്ലെങ്കിൽ ആ സമയങ്ങളിൽ ഏതെങ്കിലും ഒരു സമയങ്ങളിൽ പെട്ടെന്ന് നിങ്ങൾ ഉറങ്ങുമ്പോൾ ഞെട്ടി ഉണരുകയും ശരീരത്തിലൂടെ ഒരു അസ്വസ്ഥത പടരുകയും നിങ്ങൾക്ക് ആ രീതിയിലുള്ള വിഷമങ്ങൾ നിങ്ങൾക്ക് അനുഭവിക്കുന്നു നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലാക്കൂ, നിങ്ങളിലേക്ക് ആ ഒരു വൈബ്രേഷൻ കടന്നിരിക്കുന്നു എന്നാണ്. ആ ഒരു എനർജി കടന്നിരിക്കുന്നു. നിങ്ങളെ പ്രാപ്തയാക്കാനുള്ള എനർജി നിങ്ങളിലേക്ക് കടന്നിരിക്കുന്നു എന്നാണ്. ആ എനർജിയിലൂടെ ഒരുപക്ഷെ ശാരീരിക വിഷമങ്ങൾ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടാകാം. ശാരീരിക ബുദ്ധിമുട്ടുകൾ, വേദനകൾ, അതുപോലെയുള്ള നമ്മളുടെ ഓറയ്ക്ക് അല്ലെങ്കിൽ നമ്മളുടെ ശരീരത്തിലെ ചക്രാസ് ഒക്കെ തന്നെ ഒരു വല്ലാത്ത പിന്നെ ചില സ്ഥലങ്ങളിൽ നമുക്കൊരു വല്ലാത്ത വിഷമങ്ങൾ, നമ്മൾ അസ്വസ്ഥതകളൊക്കെ അനുഭവിക്കുന്നുണ്ടാകാം. അതൊരുപക്ഷെ ഒരു തലയ്ക്ക് ഭയങ്കര മന്ദത പോലെയാകാം, തലയിൽ മൂളൽ പോലെയാകാം, അതേമാതിരിയുള്ള ചില അസ്വസ്ഥതകളാകാം. ഈ അസ്വസ്ഥതകൾ, ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ അനുഭവിച്ചതിന് ശേഷം നമ്മൾ പതിയെ അപ്പോൾ നമ്മളെ അവിടെ ബോധ്യപ്പെടുത്തി തരുന്നു, നീ എന്ന വ്യക്തി ആരാണ്, നീ എന്തിനാണ് നീ ഭൂമിയിൽ ജനിച്ചിരിക്കുന്നത്, നിന്റെ സോൾ പർപ്പസ് എന്താണ്, ഇതൊക്കെ നമ്മളെ പഠിപ്പിക്കുകയാണ്. ആ പഠിപ്പിക്കുന്നതിലൂടെ നമ്മളത് പഠിച്ചെടുക്കുകയും ആ പ്രവൃത്തിക്ക് വേണ്ടിയിട്ട് നമ്മൾ പിന്നീട് നമ്മൾ അതിനു വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ നിങ്ങൾക്ക് ഒരുപക്ഷെ ചിലർക്കെങ്കിലും ഫീൽ ചെയ്യുന്നുണ്ടാവും. എല്ലാവരുടെയും കാര്യമല്ല, ഇത് റെസണന്റ് ആവില്ല എല്ലാവർക്കും, കാരണം ജനറൽ റീഡിംഗ് ആണ്. സോ ഇത് ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ റീഡിംഗ് ആണ്. കാരണം ആ രീതിയിലുള്ള എന്തോ ഒന്ന് നിങ്ങളുടെ സോൾ പർപ്പസ് ഇതാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ആ മനസ്സിലാക്കലിലൂടെ നിങ്ങൾക്ക് ഒരുപാട് ദൗത്യങ്ങൾ പൂർത്തീകരിക്കുവാൻ കഴിയും എന്നാണ് പ്രപഞ്ചം ഇവിടെ പറയുന്നത്. യൂണിവേഴ്സ് തന്നിരിക്കുന്ന സന്ദേശം ഇന്നിതാണ് എനിക്ക്. ഓക്കെ, ഇത് നമുക്ക് ആകാശിക് റെക്കോർഡിൽ നിന്നെടുത്ത റീഡിംഗ് ആണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് കൃത്യമായിട്ടിത് വളരെ സന്തോഷത്തോടുകൂടി നിങ്ങളുടെ മുമ്പിൽ ഞാൻ പ്രസൻറ്റ് ചെയ്യുകയാണ്. കാരണം അങ്ങനെയുള്ള ഓറ അല്ലെങ്കിൽ അങ്ങനെയുള്ള എനർജി ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അവർ വളരെ ഭാഗ്യം ചെയ്ത ആളുകളാണ് എന്ന് വീണ്ടും ഒരിക്കൽ കൂടി ഞാൻ ഓർമ്മിപ്പിച്ചുകൊണ്ട് നമ്മുടെ റീഡിംഗ് ഇന്നിവിടെ വൈൻഡ് അപ്പ് ചെയ്യുന്നു. എല്ലാവർക്കും നല്ലത് വരട്ടെ. താങ്ക് യു യൂണിവേഴ്സ്.